മുസ്ലിം ലീഗിൽ രണ്ട് ഗ്രൂപ്പുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം. അതിൽ കുഞ്ഞാലിക്കുട്ടി വിരുദ്ധ പക്ഷത്താണ് കെ എം ഷാജി. കെ എം ഷാജി പരസ്യമായി കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒന്നും പറയാറില്ല. പരസ്യമായി അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിക്കെതിരെ ഒന്നും പറയാറില്ല. ചില കുത്തുവാക്കുകളൊക്കെ പരസ്പരം പറയാറുണ്ട്, എങ്കിലും പരസ്യമായി നേരിട്ട് ഒന്നും പറയാറില്ല. കെ എം ഷാജി മന്ത്രിയാകുന്നതിനെ ഏറ്റവും കൂടുതൽ മുസ്ലിം ലീഗിൽ എതിർത്തത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. അവസാനം പാണക്കാട് സാദിഖലി തങ്ങളുടെ നിർബന്ധപ്രകാരമാണ് കെ എം ഷാജിക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചത് എന്നതും നാം കണ്ടതാണ്, വാർത്തകളിൽ വന്നതാണ്. അങ്ങനെ രണ്ട് ചേരിയിൽ നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടിയും കെ എം ഷാജിയും ഒരു വേദിയിൽ വരുന്നു, ഒരു ഉദ്ഘാടന പരിപാടി. നിലവിളക്ക് കൊളുത്തിയാണ് ഉദ്ഘാടന ചടങ്ങ്. നിലവിളക്ക് കൊളുത്താൻ കൈവിളക്ക് കൈമാറുന്നു കുഞ്ഞാലിക്കുട്ടിക്ക്. കുഞ്ഞാലിക്കുട്ടി കൈവിളക്ക് നേരെ വി വി രാജേഷിനെ കൈമാറുകയാണ്. വി വി രാജേഷ് തിരുവനന്തപുരം മേയർ, BJP നേതാവ്. അദ്ദേഹത്തിന് കൈമാറുന്ന ഘട്ടത്തിൽ വി വി രാജേഷിന്റെ കയ്യിലേക്ക് വിളക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ വിളക്ക് വാങ്ങി കെ എം ഷാജി നിലവിളക്ക് കൊളുത്തുന്നു, നിലവിളക്കിൻ്റെ തിരി കത്തിക്കുന്നു. അതിനുശേഷം കെ എം ഷാജി ചെയ്യുന്നത് നിലവിളക്ക് വി വി രാജേഷിനെ കൈമാറുകയല്ല, നേരെ കുഞ്ഞാലിക്കുട്ടി കൈമാറുന്നു. വിളക്ക് കൊളുത്തു, നിലവിളക്ക് കൊളുത്തു എന്ന് പറഞ്ഞുകൊണ്ട് കൈവിളക്ക്. പക്ഷെ കുഞ്ഞാലിക്കുട്ടി കൈവിളക്ക് വാങ്ങി നേരെ വി മുരളീധരൻ MLAക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തുന്നില്ല, കെ എം ഷാജി നിലവിളക്ക് കൊളുത്തുന്നു. രണ്ടുപേരും ഒരേ മതവിശ്വാസം പിന്തുടർന്നവരാണ്. പക്ഷേ പരസ്യമായി കുഞ്ഞാലിക്കുട്ടിയെ ഒന്ന് കൊച്ചാക്കാം എന്ന് ധരിച്ചോ കെ എം ഷാജി എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ കെ എം ഷാജിക്ക് കൈവിളക്ക് വി വി രാജേഷിന് കൈമാറിയാൽ മതി. എന്തിനാണ് നേരിട്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കൈമാറിയത്? കുഞ്ഞാലിക്കുട്ടിയെ അവിടെ ഒന്ന് കൊച്ചാക്കാം, കിട്ടുന്ന അവസരത്തിൽ ഒന്ന് കൊച്ചാക്കാം, ചർച്ചയാകട്ടെ കാര്യങ്ങൾ. എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി നിലവിളക്ക് കൊളുത്തുന്നില്ല എന്ന ചർച്ച നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കെ എം ഷാജി. അത്തരം ചർച്ച വന്നാൽ അത് കുഞ്ഞാലിക്കുട്ടിക്ക് ദോഷകരമാകും. ഇതായിരുന്നു കെ എം ഷാജിയുടെ മനസ്സിലിരിപ്പ്. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. പക്ഷേ കുഞ്ഞാലിക്കുട്ടി അത് വി മുരളീധരന് കൊടുത്തു. ആ സമയത്ത് ഒരു പ്രശ്നമുണ്ടാക്കണ്ട എന്ന് കരുതി വിളക്ക് നേരെ വാങ്ങി വി മുരളീധരൻ നിലവിളക്ക് കൊളുത്തുകയും ചെയ്തു. കൈവിളക്ക് വാങ്ങി നിലവിളക്ക് കൊളുത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കണ്ടപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. KT ജലീൽ അത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം മുൻ മന്ത്രിയാണ്, CPMന്റെ നേതാവാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ ഇക്കാര്യം വ്യക്തമായും പറയുന്നുണ്ട്. ഇതേക്കുറിച്ച് ചില വാക്കുകൾ പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: നിലവിളക്ക് ലീഗിൽ ഏകാഭിപ്രായം ഉണ്ടാക്കണം. ഇതാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലക്കെട്ട് തന്നെ. നിലവിളക്ക് ലീഗിൽ ഏകാഭിപ്രായം ഉണ്ടാക്കണം. പൊതുചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്തുന്ന കാര്യത്തിൽ ലീഗിൽ രണ്ട് സമീപനമോ? തിരുവനന്തപുരത്ത് നടന്ന ഒരു പൊതുചടങ്ങിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിലവിളക്ക് കൊളുത്താനുള്ള കൊടിവിളക്ക് മറ്റുള്ളവർക്ക് കൈമാറി കൊളുത്താതെ സമർത്ഥമായി ഒഴിഞ്ഞു മാറുന്നു. മന്ത്രി കെ എം ഷാജിയാകട്ടെ വിളക്ക് കൊളുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ് ആണ് താഴെ. ഒരേ വിശ്വാസം അനുസരിച്ച് കുഞ്ഞാലിക്കുട്ടിക്ക് ഹറാമും ബ്രാക്കറ്റിൽ നിഷിദ്ധം, ഷാജിക്ക് ഹലാലും ബ്രാക്കറ്റിൽ അനുവദനീയം ആകുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യമാണ് KT ജലീൽ ചോദിക്കുന്നത്. അതിനുശേഷം KT ജലീൽ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നു: നിലവിളക്ക് കൊളുത്തുന്ന വിഷയത്തിൽ ലീഗിൽ രണ്ടഭിപ്രായക്കാർ ഉണ്ടാകാൻ പാടില്ല. ഒന്നുകിൽ എല്ലാവരും നിലവിളക്ക് കൊളുത്തുക, അതല്ലെങ്കിൽ ഇതുവരെ ചെയ്ത പോലെ ആരും വിളക്ക് കൊളുത്താതിരിക്കുക. മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബും ഷംസുദ്ദീനും നിലവിളക്ക് കൊളുത്താത്ത പിന്തിരിപ്പന്മാരായ മതമൗലികവാദികളും മന്ത്രിമാരായ ഷാജിയും ഗഫൂറും MLA ആയ ഫാത്തിമ തഹ്ലിയുമെല്ലാം നിലവിളക്ക് കൊളുത്തുന്ന പുരോഗമന മതനിരപേക്ഷക്കാരും ആണെന്ന വ്യാഖ്യാനമുണ്ടാകാൻ അതിടവരുത്തും. ലീഗ് അണികളിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ അത് ഇടവരുത്തും എന്നാണ് പറയുന്നത് KT ജലീൽ. ഇത് വലിയ പ്രശ്നമാണ് മുസ്ലിം ലീഗിനകത്ത്. കഴിഞ്ഞ ദിവസം ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയപ്പോൾ അതിനെതിരെ സമസ്തയിലെ നേതാക്കൾ രംഗത്ത് വന്നു. ആചാരപരമല്ലെങ്കിൽ അത് കത്തിക്കുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടും അനുഷ്ഠാനമാണെങ്കിൽ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ചർച്ചകൾ സമസ്തയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിനകത്ത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നിലവിളക്ക് കൊളുത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. നിലവിളക്ക് കൊളുത്തുന്നത് ഒരു ചടങ്ങിൽ ഒരു വിളക്ക് കൊളുത്തുക എന്നൊക്കെ പറയുന്നത് നല്ലതല്ലേ? അതിലെന്താണ് ഇത്ര മതപരമായ പ്രശ്നങ്ങളുള്ളത് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. മുസ്ലിം ലീഗിൽ പുരോഗമനവാദികളും മതമൗലികവാദികളും എന്ന രീതിയിൽ മുസ്ലിം ലീഗിനെ രണ്ടാക്കുന്നു. എന്ന് വെച്ചാൽ കെ എം ഷാജി വിഭാഗവും
MK മുനീറിന്റെ വിഭാഗമാണ്, സത്യത്തിൽ KM ഷാജിയുടെ വിഭാഗം. അപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയുടെ വിഭാഗവും, PK കുഞ്ഞാലിക്കുട്ടി വിഭാഗം മതമൗലികവാദികളുടെ വിഭാഗവും, അപ്പുറത്ത് MK മുനീറും KM ഷാജി നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു വിഭാഗം മതനിരപേക്ഷവാദികളുടെ വിഭാഗവും എന്ന നിലയിൽ ലീഗിനകത്ത് ഭിന്നത മറ്റു തലത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയായാലും ചർച്ചകൾ നടക്കട്ടെ മുസ്ലിം ലീഗിനകത്ത്. പക്ഷേ പരസ്യമായി ഇങ്ങനെ KM ഷാജി കുഞ്ഞാലിക്കുട്ടിയോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, അത് തെറ്റായി പോയില്ലേ എന്ന് മുസ്ലിം ലീഗിനകത്ത് തന്നെ ചർച്ച വന്നിട്ടുണ്ട്. കിട്ടുന്ന അവസരത്തിൽ കിടക്കട്ടെ കുഞ്ഞാലിക്കുട്ടിക്ക് ഒരടി, അതാണ് KM ഷാജി വിചാരിച്ചതും അതിൽ KM ഷാജി വിജയിക്കുകയും ചെയ്തു.